എനിക്ക് തോന്നുന്നത് അവർ വേറെ ഒന്നും ചെയ്യാനില്ലാത്തത് കൊണ്ടായിരിക്കും MDMA അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത്. പിന്നെ അവർക്ക് പലതരത്തിലുള്ള ഫാമിലി പ്രോബ്ലംസ് ഉണ്ടായിരിക്കും. അത് സ്കൂൾ തലത്തിലും കോളേജിൽ തലത്തിലും തന്നെയാണ് നമുക്കൊരു മാറ്റം കൊണ്ടുവരേണ്ടത്. അല്ലാതെ നമ്മൾ ഒരു അഡൽട്ട് ആയതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ എന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ലല്ലോ. അപ്പോൾ അത് ആ ഒരു സ്കൂൾ തലത്തിൽ നിന്ന് തന്നെ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള ഒരു ജനറേഷനെങ്കിലും അതിൽ നിന്ന് മാറ്റാൻ പറ്റുള്ളൂ. നിരോധിക്കുക എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ അതൊരു മണ്ടത്തരമാണ്. കാരണം ലോകത്ത് എന്തൊക്കെ നിരോധിച്ചിട്ടുണ്ടോ അതെല്ലാം പൂർവ്വ ശക്തിയായിട്ട് തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. അത് മദ്യമല്ല ശരി, മയക്കുമരുന്നല്ല ശരി. ഇത് ഓരോരുത്തർക്ക് അവരവരുടെ സ്വയം തോന്നണം ഇതൊരു ദോഷമാണ്, അതുണ്ടാക്കുന്ന സമൂഹത്തിലും സ്വന്തമായിട്ടുണ്ടാക്കുന്ന ദോഷമാണ്. അവർക്ക് തോന്നാത്ത രീതിയിലൊരു ബോധവൽക്കരണം നടത്തിയാൽ ഒരു പരിധി വരെ ഇതൊക്കെ നിയന്ത്രിക്കാൻ പറ്റും. അത് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ലഹരിക്ക് എതിരെ സംസാരിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഇതേവരെ ഈ പറയുന്ന ഒരു പദാർത്ഥങ്ങളും ഒരു ബിയർ പോലും കഴിച്ചിട്ടില്ലാത്ത ആളാണ്. പക്ഷേ എൻ്റെ സുഹൃത്തുക്കൾക്ക് സ്വന്തമായിട്ട് ബാറുണ്ട്, ബാറിൽ പോയിരുന്ന് മദ്യപിക്കുന്നവരാണ്. ഈയിടെയായിട്ട് എൻ്റെ ഒരു ബാറുകാരൻ എന്നോട് പറഞ്ഞ ഒരു കാര്യം, ബാറിൻ്റെ കാര്യമല്ല അവതാളത്തിലായെന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ആൾക്കാർക്ക് മദ്യം വേണ്ട, MDMA ബാക്കിയുള്ള സാധനങ്ങളാണ്. മദ്യം കഴിച്ചു കഴിഞ്ഞാൽ വാടയെടുക്കും, വാള് വെക്കും, പോലീസ് ഊതി പിടിപ്പിക്കും. മറ്റേത് MDMA മറ്റു സാധനങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ 24 മണിക്കൂർ അതിൻ്റെ ആക്ഷൻ കിട്ടും. ഇതാരും അറിയത്തില്ല, മയങ്ങി നടക്കും. അപ്പം ബാറിൻ്റെ പ്രവർത്തനങ്ങൾ പോലും തകരാറാക്കുന്ന രീതിയിൽ ഈ നാട്ടിൽ ബാക്കിയുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം വളരെ വലുതായിട്ട് കൂടിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇത് നിയന്ത്രിക്കണം, അവോയ്ഡ് ചെയ്യണം സമൂഹത്തിൽ നിന്നും. ഇപ്പോഴത്തെ തലമുറയൊക്കെ എല്ലാം വിദ്യാഭ്യാസം എല്ലാത്തിനും അതിനെല്ലാം ബാധിക്കും. കുട്ടികളുടെ ഭാവി സുരക്ഷിതമല്ല. അവർക്ക് ഒന്നിനും ഒരു ക്ഷമയില്ല, പെട്ടെന്ന് ടെമ്പറാവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അവർക്കുണ്ട്. ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടാകുന്നത്. നിരോധിക്കണം, എങ്ങനെയാലും നിരോധിക്കണം. അറിവുള്ളവരൊക്കെ ഇതങ്ങ് കണ്ടു കഴിഞ്ഞാൽ ഒരു പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുക എതിർക്കും. നമ്മളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ എതിർക്കണമെന്ന് തന്നെയാണ് അഭിപ്രായം. അങ്ങനെ യൂസ് ചെയ്യാനുള്ള ഇത് കൊടുക്കരുത്. പ്രധാനമായിട്ടും വരുന്ന 2-3 കാര്യങ്ങൾ, നമ്മളുടെ കുട്ടികളെ പ്രധാനമായിട്ടും പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ പഠിക്കാൻ വിടുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ആ സ്വാതന്ത്ര്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ തരത്തിലുള്ള മിസ്യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അതിനകത്ത് മനസ്സിലാക്കുന്നത്. പണ്ട് നമ്മളൊരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലായിരുന്നു നമ്മുടെ ജീവിതമൊക്കെ മുന്നോട്ട് വരുന്നത്. ഒരാൾ ഏതെങ്കിലും തരത്തിൽ, നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് ഏതെങ്കിലും തരത്തിൽ ഒരു ആവശ്യമില്ലാത്തൊരു കൂട്ടുകെട്ടിൽപ്പെട്ടാൽ പോലും ആ വീട്ടിലെ അച്ഛന്, അമ്മ, അപ്പൂപ്പൻ, അമ്മുമ്മ, മാമൻ ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ചോദ്യം ചെയ്യുമായിരുന്നു. അപ്പം ഈ കുട്ടികൾക്ക് കിട്ടുന്ന സ്വാതന്ത്ര്യം അവർ ഈ പറയുന്ന പലതിനോടുമുള്ള അമിതമായ താല്പര്യം, ഇതെന്താണെന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ഈ ക്യൂരിയോസിറ്റിക്കകത്ത് കുഞ്ഞുങ്ങൾ ചെന്ന് പെടുമ്പം അവിടുന്ന് പിന്നെ റിക്കവർ ചെയ്ത് പോരുന്നവർ ഇത് ഇത്രയേ ഉള്ളൂ, ഇതിൻ്റെ ഗുണമായാലും ദോഷമായാലും ഇത് എന്നെ സംബന്ധിച്ച് ഗുണം ചെയ്യത്തില്ല, ദോഷമേ ചെയ്യത്തുള്ളൂ, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അതിനെ മറികടന്ന് വരുവാൻ തക്ക തരത്തിലേക്കുള്ള കാര്യപ്രാപ്തിയില്ല കുട്ടികൾക്ക്. ഇപ്പോഴത്തെ തലമുറയെന്ന് വെച്ചാൽ ഭയങ്കര ലഹരി ഉപയോഗം കൂടുതൽ, പിന്നെ ഒരു കൊലപാതകങ്ങളും പല ക്രൈമും പല സംഭവങ്ങളും ചെയ്യുന്നുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ സമൂഹം. ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരുന്ന ന്യൂസിലൊക്കെ നമ്മൾ കാണുന്നതല്ലേ, ഭയങ്കര മോശമായ അവസ്ഥയിലാണ് ഇപ്പം കേരളം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതായിട്ട് സർക്കാർ കുറച്ചുകൂടെ ഇതിൽ ഇൻവോൾവ് ആയിട്ട് എല്ലാ രീതിയിലും ഇടപെടണം. മദ്യം, മയക്കുമരുന്ന്, മറ്റേ ഈ പറഞ്ഞ പോലെ മറ്റേ കെമിക്കൽ മയക്കുമരുന്നുകൾ വലിയ ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള സത്യമാണ്. പടർന്നു കഴിഞ്ഞു. അപ്പോൾ അത് ഇനി അത് എങ്ങനെ റെസിസ്റ്റ് ചെയ്യാം, അത് എങ്ങനെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ അതിനെ റൂട്ടേ നിന്ന് പിടിക്കണം. അതിൻ്റെ വേരിൽ നിന്ന് പിടിച്ച് ഇത് ഏത് രീതിയിൽ വരുന്ന അത് സോഴ്സ് ബ്ലോക്ക് ചെയ്യുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതേ ഉള്ളൂ, സോഴ്സ് ബ്ലോക്ക് ചെയ്യുക എന്നുള്ളത്. വന്നിവിടെ എല്ലാം ആയിക്കഴിഞ്ഞു, ഇനി ഇതിങ്ങോട്ട് വരാതിരിക്കാനുള്ള സോഴ്സ്. അല്ല, നമ്മൾ പേഴ്സണലി റെസിസ്റ്റ് ചെയ്യാൻ പോയാൽ നമ്മുടെ ഫാമിലിക്ക് പോലും അത് ദോഷമാണ്. നമ്മൾ നമ്മുടെ മുന്നിൽ കണ്ടാൽ പോലും നമുക്ക് തടയാനോ ചെയ്യരുതെന്ന് പറയാനോ ഒന്നും നമുക്ക് പറ്റുകയില്ല. വളരെ മോശമായ അവസ്ഥയാണ്. നമ്മളിത് റെസിസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നടക്കുകയില്ല എന്നുള്ളതാണ് പല അനുഭവങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ അറിഞ്ഞിരിക്കുന്നത്, വാർത്തകളിലൂടെയും സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞിരിക്കുന്നത്. റെസിസ്റ്റ് ചെയ്ത അച്ഛനെയും അമ്മയും അല്ലെ സഹോദരങ്ങളെയും ഇവർ ഉപദ്രവിച്ചു എന്നുള്ള വാർത്തയാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അത് വലിയ ഗവൺമെൻറ് തലത്തിൽ ഒക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ, നമ്മളെ കൊണ്ടൊന്നും സാധിക്കുന്ന കാര്യങ്ങളല്ല. മോഹം വല്ലാണ്ട് മോശമായി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പണ്ട് കാണുന്ന പോലെ അല്ല ഇപ്പം നടക്കുന്നത്. ഇപ്പം എല്ലാവരും മയക്കുമരുന്നിനും അങ്ങനെ കാര്യങ്ങൾക്കൊക്കെ അടിമയാണ്. വളരെ എന്ത് ചിന്താഗതിയാണ് അവർക്കുള്ളതെന്ന് നമുക്ക് ഇപ്പോൾ ഓൺ ദ സ്പോട്ട് നമുക്ക് മനസ്സിലാകാൻ പറ്റത്തില്ല. അധ്യാപകരുടെ കയ്യിൽ വടി കൊടുത്താലെല്ലാം ശരിയാവുന്നതല്ലേ ഉള്ളൂ. കാരണം ബേസ് മുതലേ ക്ലിയറാക്കി പോകാൻ പറ്റും. അധ്യാപകർ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആവണം, അതാണ് എനിക്ക് തോന്നുന്നത്. ആദ്യം ചെയ്യാനുള്ള സർക്കാർ തലത്തിലാണ്. നമ്മുടെ എക്സൈസ് വകുപ്പ് ശരിക്കും ഉറങ്ങിക്കിടക്കുകയാണ്. എക്സൈസ് വകുപ്പ് എന്ന് പറയുന്നത് ഇതിനെതിരെ പ്രതികരിക്കേണ്ട ഒരു ഇതാണ്, വെറുതെ ഡിപ്പാർട്ട്മെൻറ്റാണ്. എക്സൈസ് വകുപ്പ് എന്ന് പറയുമ്പോൾ ജനങ്ങളെ മറന്നിരിക്കേണ്ട സംഭവമാണ്. അങ്ങനെ ഒരു വകുപ്പുണ്ടെന്ന് പോലും അറിയുന്നില്ല. നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ ചാരായം പിടിക്കാൻ ഇതിനൊക്കെ പോകുന്നുണ്ട്. അതെ, അന്ന്. ഇപ്പം ഈ MDMA അതിൽ വകുപ്പിൽ പറഞ്ഞതല്ലേ, അവർ ശരിക്കും സ്കൂൾ കേന്ദ്രീകരിച്ച് ഒരു ഇത് കൊടുക്കേണ്ടതാണ്. ഒരു ബോധവൽക്കരണ ക്ലാസ്സും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എക്സൈസ് വകുപ്പ് വഴി കൊടുക്കാമായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ല. എന്തോ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ഒരു വലിയ വിട്ടുവീഴ്ച തന്നെയാണത്.
ഇതിന് കൂടിക്കൊണ്ടിരിക്കും. അത് അതിർത്തി കടന്നുള്ള ബാംഗ്ലൂരിൽ നിന്നും ഇവിടെ നിന്നൊക്കെ വരുന്നത് പൂർണ്ണമായി നിർത്തും. അത് സർക്കാർ തലത്തിൽ നിന്ന്, ജനങ്ങളുടെ ഇടയിലൊന്നും ഒന്നും പറ്റത്തില്ല. അത് സർക്കാർ തലത്തിൽ നിന്നാണ് ആദ്യം ചെയ്യാനുള്ളത്. എന്നാലേ ജനങ്ങളുടെ സപ്പോർട്ട് കിട്ടുള്ളൂ. ചെറുപ്പക്കാരുടെ ഇടയിൽ പറയുമ്പോൾ അതൊരു പെട്ടെന്ന് അവർക്ക് ആകർഷിക്കുന്ന ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട് ഇപ്പോൾ അത് പക്ഷേ നമ്മൾക്ക് സമൂഹത്തിൽ പല പല ക്രൂരകൃത്യങ്ങളും നടക്കുന്ന ഒരു ഭാഗമായിട്ടും ഇത് പോയി എത്തുന്നുണ്ട്. ഇത് നമ്മളെ ശരീരത്തിനും നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിലുള്ള പെരുമാറ്റത്തിനും എല്ലാം നമുക്ക് ദോഷം ചെയ്യുന്ന ഒരു സംഭവമാണ്. കുടുംബ ബന്ധങ്ങളിലുള്ള ആത്മാർത്ഥതയും ആ ബന്ധങ്ങളിലെ ഈ പറയുന്ന കമ്മിറ്റ്മെൻറ്റും ഉറപ്പില്ലായ്മയാണ് പ്രത്യേകം എല്ലാവർക്കും അവരവരുടെ സുഖം തേടി പോകാനുള്ള പ്രധാനപ്പെട്ട കാര്യം.